ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വളരെ രുചികരമായിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു നെത്തോലി മീൻകറിയുടെ റെസിപ്പിയാണ് കേട്ടോ. നല്ല കുറുകിയ ചാറോട് കൂടിയിട്ട് വളരെ രുചികരമായിട്ടാണ് നമുക്കൊരു മീൻകറി കിട്ടുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ മീൻകറി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ 1/2 കിലോ അളവിൽ നെത്തോലി മീൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഏത് മീനിലുണ്ടെങ്കിലും തയ്യാറാക്കാം. പക്ഷേ ചെറിയ മീനിൽ തയ്യാറാക്കുമ്പോഴായിരിക്കും കൂടുതൽ രുചികരമായിട്ടുണ്ടാവുന്നത്. നമ്മുടെ മത്തി എടുക്കാം, അതുപോലെ തന്നെ ഈ പൊടി മീനുകളൊക്കെ ഉണ്ടല്ലോ, അതിലേക്ക് നമുക്ക് തയ്യാറാക്കാവുന്നതാണ് കേട്ടോ. ഇനി വേണ്ടത് നമ്മൾ മീൻകറി വെക്കുന്ന ഒരു കടായിയോ മൺചട്ടിയോ ഒന്ന് അടുപ്പത്തേക്ക് വെക്കാം. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാവുന്നതാണ്. എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയുള്ളിയാണ്. അപ്പോൾ ഞാനിപ്പോൾ 20ഓളം ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ചെറിയുള്ളിയുടെ വലിപ്പം അനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് നല്ല രീതിക്ക് നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. ആദ്യം നമ്മുടെ ചെറിയുള്ളി നന്നായിട്ട് നിന്ന് വഴണ്ട് കിട്ടട്ടെ. കളറ് മാറണം എന്നുള്ള ആവശ്യമില്ല, നല്ല രീതിക്ക് ചെറിയുള്ളിയെല്ലാം ഒന്ന് വഴണ്ട് കിട്ടിയാൽ മാത്രം മതിയാവും. ഇതാ ഇപ്പോൾ നമ്മുടെ ഉള്ളിയെല്ലാം നല്ല രീതിക്ക് നിന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് വഴണ്ട് കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് അത്യാവശ്യം വലിയ തക്കാളിയിൽ 1 തക്കാളി എടുത്തിട്ടുണ്ട്. ചെറിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ 2 തക്കാളി വരെ നമുക്ക് എടുക്കാം. അധികം പുളിയില്ലാത്ത തക്കാളി നോക്കി എടുക്കാൻ വേണ്ടി പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണം. തക്കാളിയും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. തക്കാളി എല്ലാം ഒന്ന് വെന്ത് കിട്ടട്ടെ. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് നാടൻ തക്കാളിയാണെന്നുണ്ടെങ്കിൽ ഒരേ ഒരു തക്കാളി ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ഒരല്പം നേരം ഒന്ന് വഴറ്റി കൊടുത്ത് നമ്മുടെ തക്കാളിയെല്ലാം ഇപ്പോൾ നന്നായിട്ട് നിന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് മസാലകൾ ചേർക്കാവുന്നതാണ്. 1 ടേബിൾ സ്പൂൺ അളവിൽ കശ്മീരി ചില്ലി പൗഡർ ചേർക്കുകയാണ്. നന്നായിട്ട് എരിവ് കുറവുള്ള മുളക് പൊടിയാണ്, കുറച്ച് കളർ കൊടുക്കും. നല്ല എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1.5 അല്ലെങ്കിൽ 2 ടീസ്പൂൺ ചേർക്കാവുന്നതാണ്. അതെല്ലാം നമ്മളിപ്പോൾ വീട്ടിൽ സാധാരണ മീൻകറി വെക്കുമ്പോൾ എത്രയാണോ മുളക് പൊടി ചേർക്കുന്നത് ആ ഒരു അളവിൽ മാത്രം നിങ്ങൾക്ക് ചേർക്കാം. കൂടെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി. ഇനി വേണ്ടത് ഒരു വറ്റൽമുളകും കൂടിയാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഈ ഒരു വറ്റൽമുളക് ചേർത്തേക്കണം കേട്ടോ. ഈ ഒരു വറ്റൽമുളക് ചേർത്ത് നമ്മൾ ഈ കറി തയ്യാറാക്കുന്നത് സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത് ഇത്രയും ചേർത്ത് നല്ല രീതിക്ക് എല്ലാം വീണ്ടും ഒന്ന് വറുത്ത് കൊടുക്കാവുന്നതാണ്. ഒരല്പസമയം ഒന്ന് വഴറ്റി കൊടുത്ത് നമ്മുടെ ആ മസാലയുടെ ആ ഒരു പച്ചമുളക് ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ അത്യാവശ്യം നല്ല ചൂടാണ്. ഈ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയിട്ട് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഒരല്പം വെള്ളം കൂടി ചേർത്ത് നല്ല സ്മൂത്തായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ചെറുതായിട്ട് ഇതൊന്ന് തണുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് 1/2 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല സ്മൂത്തായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഈ ഒരു രീതിക്ക് നല്ല സ്മൂത്തായിട്ട് ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും അതേ കടായി തന്നെ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. എണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും 1/2 ടീസ്പൂൺ കടുക് ചേർക്കാവുന്നതാണ്. കടുകൊക്കെ ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും ഒരു പിഞ്ചളവിൽ മാത്രം ഉലുവ ചേർക്കാം. കൂടുതൽ ഉലുവ ആകരുത്, എങ്കിൽ പിന്നെ ഒരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും. കൂടെ തന്നെ 4-5 വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതും ഒരു ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചിയും കൂടി. അപ്പോൾ ഇത് ഇത്രയും ചേർത്ത് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. കടുകെല്ലാം നല്ല രീതിക്ക് ഒന്ന് പൊട്ടി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ട് ചേർക്കാം. കൂടെ ഇതിലേക്ക് 1.5 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്തിട്ട് അതും കൂടി. ഇനി ഇത് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കൂടെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പുളിവെള്ളമാണ്. അപ്പോൾ ഞാനിപ്പോൾ വാളംപുളിയാണ് എടുത്തിട്ടുള്ളത്. അതൊരു നെല്ലിക്ക വലുപ്പത്തിന് എടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ആ ഒരു വാളംപുളിയും കൂടെ നമുക്കിതിലേക്ക് ചേർക്കാം. കുടംപുളി ചേർക്കണം എന്നുള്ളവർക്ക് കുടംപുളി ചേർക്കാവുന്നതാണ്. വാളംപുളി ഉണ്ടെങ്കിൽ അത് ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കുടംപുളി ചേർക്കാം. നമ്മുടെ കറിയിലേക്ക് നമ്മളിതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല, അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി. ഇനി ഈ ഗ്രേവി നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ നമ്മുടെ ഈ കറി നല്ലതുപോലെ തന്നെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർക്കാവുന്നതാണ്. കൂടെ ഒരല്പം കറിവേപ്പിലയും കൂടി. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നല്ല രീതിക്ക് മീൻ ഒരു തവണ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. പിന്നീട് നമ്മൾ ഇതുപോലെ തവി കൊണ്ട് മീൻ ഇളക്കാൻ വേണ്ടി നിൽക്കരുത്. പ്രത്യേകിച്ച് നെത്തോലി മീനാണ്, പെട്ടെന്ന് പൊടിഞ്ഞു പോകും, അതൊന്ന് ശ്രദ്ധിച്ചേക്കണം. നെത്തോലി മീൻ ആയതിൻ്റെ പേരിൽ തന്നെ വളരെ പെട്ടെന്ന് ഇതൊന്ന് വെന്ത് കിട്ടും. അതിൻ്റെ പേരിൽ ഒരു 5-7 മിനിറ്റ് മാത്രമേ നമ്മളതൊന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടി പാടുള്ളൂ. മീഡിയം ഫ്ലെയിമിനും ലോ ഫ്ലെയിമിനും ഇടയ്ക്ക് വെച്ചിരിക്കാം. ഒരുപാട് ഫ്ലെയിം കുറയ്ക്കേണ്ട, തീരെ കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല. അടച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ഈ മീൻകറി ഇങ്ങനെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 7 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നല്ല പെർഫെക്റ്റായിട്ട് നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഗ്രേവിയൊക്കെ കുറച്ചുകൂടി ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരുപാട് ടൈം മീനെ പൊടിക്കാൻ വേണ്ടി നിൽക്കരുത്. ഇതുപോലെ ഒന്ന് പതുക്കെ എടുക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തവി വെച്ച് ഇളക്കി കൊടുക്കാൻ നിൽക്കരുത്. ചെറുതായിട്ടൊന്ന് ചുറ്റിച്ച് മാത്രം കൊടുത്താൽ മതിയാകും. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്.
നല്ലതുപോലെ തന്നെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഈ നെത്തോലി മീൻ കറി. സൂപ്പർ ടേസ്റ്റാണ്, എന്തിൻ്റെ കൂടെയും സൂപ്പർ കോമ്പിനേഷനാണ്. വളരെ തിക്കായിട്ടുള്ളൊരു ഗ്രേവിയോട് കൂടിയിട്ടാണ് കേട്ടോ നമ്മുടെ ഈ കറി കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ തേങ്ങ ഒന്നും അരച്ച് ചേർക്കാതെ തന്നെ ഇതുപോലെ നല്ല തിക്കായിട്ടായിരിക്കും നമ്മുടെ ഈ ഗ്രേവി കിട്ടുന്നത്. അടുത്ത പ്രാവശ്യം ഇതുപോലെ നെത്തോലി മീനോ ചെറിയ മീനുകളോ വീട്ടിൽ വാങ്ങുമ്പോഴത്തേക്കും ഈ ഒരു രീതിക്ക് ഒന്ന് കറി തയ്യാറാക്കി നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിക്കുകയും വേണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. ഇത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.